മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. ചാലിശ്ശേരിയിൽ മധുരം പകരുന്ന പ്രകാശേട്ടന്റെ ചായക്കട 3 പതിറ്റാണ്ട് പിന്നിടുന്നു. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. അന്താരാഷ്ട്ര ചായ ദിനത്തിൽ ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ട് പകരുന്ന കളിയത്ത് വീട്ടിൽ പ്രകാശൻ എന്ന 63കാരന്റെ ചായയുടെയും പലഹാരങ്ങളുടെയും മധുരം നാട്ടുകാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 4 ചക്ര വാഹനത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ചെറിയ ചായക്കടയ്ക്ക് 33 വർഷത്തിന്റെ പഴക്കമുണ്ട്. പ്രതിദിനം 100 കണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചായ കുടിക്കാനായി ഇവിടെ എത്തുന്നത്. ചൂടൻ ചായക്കൊപ്പം ലഭിക്കുന്ന പരിപ്പുവടയും ഉള്ളിവടയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. വിപണിയിൽ ലഭിക്കുന്ന മികച്ച പരിപ്പ് ഉപയോഗിച്ചാണ് വട തയ്യാറാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എണ്ണപ്പലഹാരം വാങ്ങാൻ എത്തുന്നവർ ധാരാളമുണ്ടെന്ന് സ്ഥിരമായി ഇവിടെ എത്തുന്ന ചങ്ങനകുളം സ്വദേശി പ്രജിത് പറഞ്ഞു. ചങ്ങനകുളമാണ്. അപ്പൊ ഞാൻ ഈ വഴിക്കൊക്കെ വാടക വരുമ്പോ എന്തായാലും ഇവിടെ കയറും. ഇനി വാടകക്കാർ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് ഇവിടുന്ന് ചായ കുടിപ്പിച്ചിട്ട് പോകും. അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ ചായ പിന്നെ കടികളും നല്ല. ചായക്കൊപ്പമുള്ള പരിപ്പുവട ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. രുചി തേടുന്ന നിരവധി ആളുകളാണ് പലഹാരങ്ങൾ വാങ്ങുവാൻ പ്രകാശേട്ടന്റെ കടയിലെത്തുന്നത്. പരിപ്പുട കഴിക്കും. ചായല്ല പരിപ്പുട മാത്രം കഴിച്ചിട്ടില്ല. പഴയ രുചി അതേപടി ഇന്നും ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് ആളുകളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തിക്കുന്നത്. എന്നാൽ ചായയുടെ മധുരത്തെക്കാൾ ആളുകളെ വീണ്ടും വീണ്ടും കടയിലേക്ക് ആകർഷിക്കുന്നത് പ്രകാശേട്ടന്റെ സ്നേഹപൂർവ്വമായ പെരുമാറ്റമാണ്. ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകണമെന്ന ലളിതമായ ജീവിത പാഠമാണ് അദ്ദേഹം വർഷങ്ങളായി പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ നാടൻ പണിക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പ്രകാശേട്ടനെ പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടുകൂടിയാണ് സ്കൂളിന് മുൻവശത്ത് ചെറിയ രീതിയിൽ ചായക്കട ആരംഭിക്കാൻ അവസരം ലഭിച്ചത്. പിന്നീട് ആ ചെറിയ തുടക്കം നാട്ടുകാരുടെയും വിദ്യാർത്ഥികളെയും സൗഹൃദ കേന്ദ്രമായി മാറുകയായിരുന്നു. ഇന്ന് ആ ചായക്കട മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു വിലാസമാണ്. രാവിലെ 7 തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് വരെ തുടരും. പ്രകാശേട്ടന്റെ ചായക്കടയിൽ നിന്ന് മധുരം നുണയാത്തവർ ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം വളരെ വിരളമാണ്. അങ്ങനെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പൊ 33 വർഷമായി. കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതമൊക്കെ സുഖം അടിപൊളിയായിട്ട് പോയി. മക്കളുടെ പഠിപ്പ് കാര്യങ്ങള് സുഖമായിട്ട് പോയി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. രാവിലെ ആദ്യമൊക്കെ ഒരു 7 മണിയാകുമ്പോൾ തുറന്നിരുന്നു. ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. കച്ചവടം കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. എന്നാലും ജീവിതമാർഗത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളോട് ഇതാ തന്നെ ജീവിച്ചു. പരിപ്പുവട, ഉള്ളിവട, അതാണ് മെയിനായിട്ട് വട. പിന്നെ ബാക്കിയുള്ള കടികളൊക്കെ എല്ലാവരും കടികളുണ്ട്. പരിപ്പട, ഉള്ളിവട, അതാണ് മെയിനായിട്ട്. പറഞ്ഞാല് ഉള്ളിവട, പരിപ്പട, പഴംപൊരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് കുറവുണ്ടല്ലോ. അത് കഴിച്ചിട്ട് ബർഗർ, അതുമാതിരി പപ്സ്, ചിക്കൻ റോള്, അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ. ഞങ്ങൾക്ക് ഗ്യാസിനൊക്കെ 1950 ഉറുപ്പിക. അത് പോയിട്ട് ഇപ്പൊ 3500 ഉറുപ്പിയായി. ഞങ്ങളൊക്കെ അവസ്ഥ വളരെ മോശപ്പോ. ചായക്കടക്കാരെ എല്ലാവരും ഇന്ത്യ തന്നെയെന്നല്ല എല്ലാവരുടെയും എത്ര കൂട്ടി വെച്ചാലും അത് മുതലാവസ്ഥ അന്തരീക്ഷമാണ് ഇപ്പോൾ. ആളുകൾ സ്നേഹത്തോടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും കഴിയുന്നത്ര നല്ല ചായയും പലഹാരം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഗ്യാസിന്റെ വില വർദ്ധിച്ചതും പുതുതലമുറ ന്യൂജൻ പലഹാരങ്ങളിലേക്ക് തിരിഞ്ഞതും കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രകാശേട്ടൻ പറയുന്നു. ഒരു ചായ ഗ്ലാസിൽ പഴയ കാലത്തിന്റെ ചൂടും ആത്മാർത്ഥതയും ഇന്നും അതേപടി സൂക്ഷിക്കുകയാണ് നാട്ടുകാരെ പ്രിയപ്പെട്ട ഈ ചായക്കട. ഇന്ന് ഇതൊരു വ്യാപാര സ്ഥാപനം മാത്രമല്ല, മനുഷ്യ സ്നേഹത്തിന്റെ വിലാസം കൂടിയാണ്. സുനിതയാണ് സഹധർമ്മിണി. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളാണ്.